TVK വിജയ് അവിടുത്തെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. വലിയ വാർത്തയാണ്. മറ്റൊന്ന് ബംഗാളിൽ മമത പൂർണ്ണമായും തകരുന്നു. അവിടെ BJP അധികാരത്തിൽ വരുന്നു. ബംഗാളിൽ BJP അധികാരത്തിലേക്ക് 142 ആയി കഴിഞ്ഞു. കേവല ഭൂരിപക്ഷത്തിന് 148 വേണ്ടത്. 142 ആയി കഴിഞ്ഞു. ഒറ്റയ്ക്ക് BJP തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് ബംഗാളിൽ അധികാരത്തിലേക്ക് വരികയാണ്. അവിടെ മമതാ രാജ് തീർന്നിരിക്കുകയാണ്. രഞ്ജിത്ത്, കേരളത്തിൽ മാത്രമല്ല പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും വിസ്മയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടരുന്നു. മുന്നേറ്റം നടക്കുന്നു. 91 സീറ്റുകളിൽ വിജയ് ആരാധകരെ മൊത്തം സന്തോഷിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. വളരെ പെട്ടെന്ന് വിജയ് മുഖ്യമന്ത്രിയാകുന്നു. ലീഡ് ചെയ്യുന്നത് വലിയ അത്ഭുതങ്ങളാണ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അസമിൽ രമേശ് പിഷാരടി ഇപ്പോൾ 2145 വോട്ടിന് പിന്നിലായിരിക്കുകയാണ്. ശോഭയുടെ ലീഡ് 2145. ഒരു ഘട്ടത്തിൽ 6000-അടുത്ത് പോയ ലീഡാണ് ഇപ്പോൾ കുറഞ്ഞത്. മഞ്ജുഷ എന്തായാലും രമേശ് പിഷാരടി പിന്നിൽ 2145. പാലക്കാട് NDA പക്ഷത്തേക്ക് നീങ്ങുകയാണ്. നിയമവും അങ്ങനെ തന്നെ നീങ്ങുകയാണ്. നിയമവും പാലക്കാടും NDAയുടെ ശക്തിയായി മാറുന്നു. ഇരവിപുരത്ത് ലീഡ് ഉയർത്തുന്നു UDF. ചവറയിൽ മങ്കടയിൽ മഞ്ഞളാംകുഴിയിൽ വ്യക്തമായ ലീഡിലേക്ക് 9778 വോട്ടുകളുടെ ക്ലിയർ മെജോറിറ്റി. പാലക്കാട് രമേശ് പിഷാരടി പിന്നിൽ 2145 വോട്ടിന് പിന്നിൽ. മാണി സി കാപ്പൻ പാലായിൽ 193 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. പാലായിൽ ജോസ് കെ മാണിയുടെ ഒരു തിരിച്ചുവരവിന് ഇപ്പോഴും തടയിട്ടുകൊണ്ടിരിക്കുകയാണ് മാണി സി കാപ്പൻ എന്നതാണ്. കൂത്തുപറമ്പിൽ PK പ്രവീൺ 4000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ 227 വോട്ടുകൾക്ക്. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 1356 വോട്ടുകൾക്ക്. പാലായിൽ മാണി സി കാപ്പൻ 193 വോട്ടുകൾക്ക് എന്ന നിലയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ചില മണ്ഡലങ്ങളിൽ കൃത്യമായ അപ്പർ ഹാൻഡിലേക്ക് UDF പോകുന്നു. UDFന്റെ മേൽക്കൈ ഇപ്പോൾ ഏതാണ്ട് 90. കേരള കോൺഗ്രസ് മാണിക്ക് ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും റാന്നിയിലും ലീഡ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ വന്നിട്ടില്ല എങ്കിൽ പോലും 4 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുവാനായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ചങ്ങനാശ്ശേരിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നു. 568 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അവിടെ LDFന് ഉള്ളത്. കാഞ്ഞിരപ്പള്ളിയിലും നിസാര വോട്ടുകൾ, 192 വോട്ടുകളുടെ ലീഡ്. പൂഞ്ഞാറിൽ 453 വോട്ടുകൾക്ക് LDF ലീഡ്. റാന്നിയിലാകട്ടെ 512 വോട്ടുകൾക്കാണ് LDFന് ലീഡ്. 3662 വോട്ടിന്റെ ലീഡ് നിലനിർത്തുന്നു. കായംകുളത്ത് M ലിജു ലീഡ് നിലനിർത്തുന്നുണ്ട്. കുണ്ടറയിൽ PC വിശ്വനാഥ് 5000-ലധികം വോട്ടുകളുടെ മെജോറിറ്റി. ഇതാ വീണ്ടും VS ജോയുടെ മെജോറിറ്റി കൂടുന്നുണ്ട്. 3500-ലേക്ക് VS ജോയുടെ ലീഡ് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് UDFന് ലീഡ് മാത്രം നോക്കിയാൽ മതി. എല്ലാ 16 സീറ്റുകളും തൂത്തുവാരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള ജില്ലയാണ് മലപ്പുറം. ആ ജില്ല ഇപ്പോഴിതാ ലീഗ് UDF തൂത്തുവാരുന്നു എന്നതാണ്. അവിടെ ഇടതിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വീണ്ടും BD സതീശൻ പിന്നിൽ പോയിരിക്കുന്നു. മാസ്റ്ററുടെ മാജിക് ആണ്. പറവൂരിൽ വീണ്ടും സതീശൻ പിന്നിൽ പോയിരിക്കുന്നു. രണ്ടാം റൗണ്ടിലും ഇടത് മുന്നേറ്റം. പറവൂരിൽ സതീശനും സണ്ണി ജോസഫുമാണ് ഇപ്പോൾ കോൺഗ്രസിൽ വെല്ലുവിളി നേരിടുന്ന രണ്ട് താരങ്ങൾ. കേരളത്തിലെ 2 വൻമരങ്ങൾ, കേരള രാഷ്ട്രീയത്തിലെ 2 വൻമരങ്ങൾ ഇപ്പോൾ പിന്നോട്ട് നിൽക്കുന്നു എന്നതാണ്. പ്രതിപക്ഷ നേതാവ് പിന്നിൽ നിൽക്കുന്നു. 2 വൻമരങ്ങളും പിന്നിൽ പോകുന്നു. വോട്ടെടുപ്പിന് 187 വോട്ടുകൾക്ക്, അതായത് ആദ്യ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ 187 വോട്ടുകൾക്കാണ് VD സതീശൻ പിന്നിൽ നിൽക്കുന്നത്. ET ടൈസൺ മാസ്റ്ററാണ് മുന്നിട്ട് നിൽക്കുന്നത്. CPI ആണ് നാണക്കേട് ഒഴിവാക്കുന്നത്. LDFന്റെ അവിടെ മന്ത്രിമാർ പിന്നിലെന്നേ ഉള്ളൂ. ചിഞ്ചുറാണി പിന്നിലാണ്, അതുപോലെ തന്നെ പ്രസാദ് പിന്നിലാണ്. പക്ഷേ 2 മന്ത്രിമാർ മുന്നിലാണ്. പ്രസാദ് പിന്നിൽ, പക്ഷേ അനിലും മുന്നിലാണ്. സുധാകരന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. അമ്പലപ്പുഴയിൽ 10,664 ഐതിഹാസിക വിജയം. അമ്പലപ്പുഴയിൽ 10,664 അമ്പലപ്പുഴയിൽ സുധാകരന്റെ ഭൂരിപക്ഷം. ഇനി ഒരു തിരിച്ചുപോക്കില്ല. അമ്പലപ്പുഴ സുധാകരനൊപ്പം
സുധാകരൻ ജയിക്കുന്നു അമ്പലപ്പുഴയിൽ 10,664 വോട്ടുകളായി സുധാകരന്റെ ഭൂരിപക്ഷം കൂടി വൻ വിജയത്തിലേക്ക് ജി സുധാകരൻ കുതിക്കുന്നു. വലിയ മാറ്റം ആലപ്പുഴയിൽ സംഭവിക്കുന്നു. അങ്ങനെ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ലീഡാണ് കേട്ടോ. ഇപ്പോഴും പ്രശാന്ത് ലീഡാണ്. CP ജോൺ മുന്നിലാണ് തിരുവനന്തപുരത്ത്. പക്ഷേ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പിന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ള കാര്യമാണ്. യെസ്, എന്തായാലും നേരിയ അതായത് 90-ലേക്കൊക്കെ എത്തിയിരുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതാണ്ട് മെജോറിറ്റിയിൽ കൃത്യമായ അതായത് 90-ലേക്ക് എത്തുന്നതിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും KP വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് 382 വോട്ടിന് മുന്നിലായിരിക്കുന്നു. ലീഡ് ഉയർത്തുന്നു. വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവിലും കഴക്കൂട്ടവും ഇടതുപക്ഷം നിലനിർത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എന്നതാണ്. ഇത്രയും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം നടന്ന കേരളത്തിൽ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നിലനിർത്തുമോ എന്നതുകൂടി അറിയാൻ മെജോറിറ്റിയാണ്. അഭിലാഷെ, കഴിഞ്ഞ തവണ കേവലം 33 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച നജീബ് കാന്തപുരമുണ്ട്. നജീബ് നില മെച്ചപ്പെടുത്തുന്നു. 4800 കഴിഞ്ഞു ഭൂരിപക്ഷം. 4800 കഴിഞ്ഞു നജീബിന്റെ ഭൂരിപക്ഷം. കേവലം 37 വോട്ടുകൾക്ക് അത്ഭുതകരമായ MLA ആളാണ്. 4800 കഴിഞ്ഞു. അങ്ങനെ ലീഗ് കോട്ടകളിൽ ഒരു വിള്ളലുമില്ല. നജീബ് കാന്തപുരത്തെ പറഞ്ഞ 8 കാല് അട്ടിയിട്ട പോലെ. അതെ 4800 കഴിഞ്ഞു. 37 വോട്ടുകൾ ജയിച്ചു. അത് ട്രെൻഡ് വളരെ വ്യക്തമാണെന്നേ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തോമസ് ഉണ്ണിയാറിന്റെ ഭൂരിപക്ഷം 1797 ഉയർന്നു. കാട്ടാക്കടയിൽ MR ബൈജു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. 1097-ലേക്ക് MR ബൈജു. അവിടെ തരൂരിൽ PP സുമോദ് ഒരു ചെറിയ ചുവപ്പ് ഒരു പൊട്ടായി നിൽക്കുന്നുണ്ട്. 3645. കുറ്റ്യാടിയിൽ അടക്കം UDF-ന്റെ മുന്നേറ്റം ഉണ്ട് എന്നറിയുന്നു. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ ഭൂരിപക്ഷം കൂട്ടുന്നുണ്ട്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് കനത്ത തിരിച്ചടിയാണ്. 7000-ലധികം വോട്ടുകളാണ് ഇപ്പോൾ ലീഡ്. അബിൻ വർക്കിയുടെ ലീഡ് 7000-ന് മുകളിലേക്ക് ഉയരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ ഘട്ടത്തിൽ വലിയ തിരിച്ചടി. ഒരുപക്ഷെ ആറന്മുളയിൽ വീണ ജോർജ് പരാജയപ്പെടുന്നു എന്ന സൂചനയിലേക്കാണ് ഈ വ്യക്തമായ മെജോറിറ്റി. 7000-ലധികം വോട്ടിന്റെ തുടക്ക സമയത്ത് വലിയ ലീഡിലേക്ക് വന്നതാണ് വീണ ജോർജ്. എന്തായാലും ആറന്മുള LDF-ന് നഷ്ടമാവുകയാണ്. വീണ ജോർജ് തോൽക്കുന്നു എന്ന് വ്യക്തമായ സന്ദേശം കിട്ടിക്കഴിഞ്ഞു. ആറന്മുളയിൽ അബിൻ വർക്കി UDF-ന് വേണ്ടി ആറന്മുള സീറ്റ് നേടിക്കൊടുക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ. 10,000 വോട്ടിന് മുകളിൽ നേടി ആറന്മുള പിടിക്കുമെന്ന് അബിൻ വർക്കി പറഞ്ഞു. ഇപ്പോൾ 7000 വോട്ടിന്റെ 7479 വോട്ടുകൾക്കാണ് അബിൻ വർക്കി മുന്നിട്ട് നിൽക്കുന്നത്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ ലീഡ് തുടരുന്നുണ്ട്. 1698. പക്ഷേ അത് ഈ വോട്ടെണ്ണലിന്റെ ക്രമം പരിശോധിക്കുമ്പോൾ അത്ര വലിയ മെജോറിറ്റിയായി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബേപ്പൂരിന്റെ സുൽത്താൻ ആരാകുമെന്നത് ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. പീരുമേട് സിറിയക് തോമസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ മുന്നിട്ട് നിൽക്കുന്നു. 1219 വോട്ട്. പയ്യന്നൂരിൽ TI മധുസൂദനൻ തന്നെയാണ്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത, സുധാകരൻ പിന്നിൽ എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു. സുധാകരൻ പിന്നിൽ 576 വോട്ടിന് മുന്നിൽ അമ്പലപ്പുഴയിൽ എന്ന വാർത്ത വരുന്നുണ്ട്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ 7571 വോട്ടിന് പിന്നിലാണ്. അപ്പോഴും ഭൂരിപക്ഷം കാഞ്ഞിരപ്പള്ളിയും കേരള കോൺഗ്രസിന് നഷ്ടപ്പെടുമോ? കാഞ്ഞിരപ്പള്ളിയിൽ UDF ലീഡ് നേടിയിരിക്കുകയാണ്. ആദ്യമായാണ് കാഞ്ഞിരപ്പള്ളിയിൽ UDF ലീഡ് നേടുന്നത്. 254 വോട്ടിന് പിന്നിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ NJ രാജ 1254 വോട്ടിന് പിന്നിൽ കാഞ്ഞിരപ്പള്ളിയിൽ AP അനിൽകുമാറാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചടയമംഗലത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ മണലൂരിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നു. ഇപ്പോൾ രവീന്ദ്രനാഥ് 470 വോട്ടുകൾക്ക് 475 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പുതുക്കാട് KK രാമചന്ദ്രൻ 2000-ലധികം വോട്ടാണ്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ മുന്നിട്ട് നിൽക്കുന്നു. 3600 വോട്ട് എന്നതാണ് ഫാത്തിമ തഹ്ലിയുടേത്. രമേശ് ചെന്നിത്തലയുടെ ലീഡ് ഹരിപ്പാട് 4000 വോട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗുരുവായൂർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വിദ്വേഷ പരാമർശങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഗുരുവായൂരാണ്. അവിടെ പക്ഷേ ഇടതുപക്ഷമാണ് ഇപ്പോൾ നേരിയ മേൽക്കൈ തുടരുന്നത്. രഞ്ജിത്ത്, 10000 വോട്ട് കഴിഞ്ഞു. ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം 10000 കഴിഞ്ഞു. കഴിഞ്ഞ തവണ 37000 വോട്ടിന് ജയിച്ച ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ 2 റൗണ്ട് പിന്നിടുമ്പോൾ 10000 കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പുതുപ്പള്ളി വീണ്ടും ചാണ്ടിയുമ്മന്റെ കൈകളിൽ. നേരത്തെ UDF ലീഡായിരുന്നു. പക്ഷേ ചിറയൻകീഴിൽ ഇപ്പോൾ LDF ലീഡ് നേടിയിരിക്കുകയാണ്. രമ്യ ഹരിദാസ് പിന്നിൽ പോയിരിക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ പിന്നിൽ. 2597-ലേക്ക് പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല തന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 2597-ലേക്ക് പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല. ാണ് വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. സതീഷ് കൊച്ചുപറമ്പിൽ 6885-ആണ്. കുട്ടനാട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.